ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിനാണ്. ഇത്താത്ത നേരെ ടൗണിലുണ്ട്. ഞാനും ഉമ്മയും മോനും മോളെ സ്കൂളിൽ കൊണ്ടാക്കി നേരെ വിട്ടു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി, പിന്നെ ഓട്ടോറിക്ഷ കയറി കസവ കേന്ദ്രയിലെത്തി. എന്തായാലും ഇത്താത്ത അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ കുറച്ച് നേരത്തെ വന്ന് ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടി കുറച്ച് നേരം വൈകി ഇറങ്ങിയതാണ്. പിന്നെ അവളെയും കാത്തിരിക്കണ്ടല്ലോ, ഇവൻ്റെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കസവ കേന്ദ്രയിൽ പോയിട്ട് കുറേയായി. അങ്ങനെ തീമൊക്കെ മാറിയിട്ടുണ്ട്. നേരെ ലിഫ്റ്റിൽ പോയി 4th ഫ്ലോറിൽ പോയി. അവിടെയാണ് കുട്ടികളുടെ ഡ്രസ്സ്. ആ പിത്താത്തൻ്റെ രണ്ടാമത്തെ മോക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ വന്ന ഒരു പാർട്ടി വെയർ ഡ്രസ്സ് തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ അത് നോക്കലായി തിരക്ക്. പലതും കണ്ട് പലതും ഇഷ്ടമായെന്ന് വെച്ച് ചിലത് ഇഷ്ടമായി ചിലത് ഇഷ്ടമായില്ല. ഈ കാണുന്നതാ ഇതെനിക്ക് ഓൾക്കും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഓൾ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമായില്ല. അങ്ങനെ അതും അവിടെ വെച്ച് നേരെ തിരിച്ചിറങ്ങി. ബാക്കിയുള്ളതൊന്നും വലിയൊരു ഗുണമില്ല. നേരെ വിട്ടു ശോഭികയിലേക്ക്. അല്ലാ, ശോഭികയെ പോയിട്ട് എന്താണ്, അവിടെയും ഇതന്നെ സ്ഥിതി. പിന്നെ ഈ ശോഭികയിൽ പോയ ഫസ്റ്റ് എൻ്റെ കണ്ണെടുക്കത ഈ ജ്വല്ലറി, ഈ ഒരു ഐറ്റംസിലാണ്ടോ. എന്ത് ഭംഗിയാണ്, ബാംഗിൾസും ചെയിനും റിങ്സും എല്ലാം കാണാൻ. അതൊക്കെ അവിടെ കേട്ടാ വന്ന പണിയെടുക്കണമല്ലോ. പിന്നെ നേരെ പോയി, സത്യം പറയാണ്, കസവ് കേന്ദ്രൻ്റെ അത്രയും സെലക്ഷനൊന്നും ഇല്ല ശോഭികയിൽ. അവിടുന്ന് നേരെ തിരിച്ചു വിട്ട് അതേ കോയിൻകോലൊക്കെ തന്നെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ എത്താനുള്ള ആ ഒരു ശേഷി ശരീരത്തിനും മനസ്സിനും ഇല്ലാത്തത് കൊണ്ട് നേരെ ഞാൻ കോയിൻകോലൊക്കെ ഒരു കുറുക്ക് വഴി ഉണ്ടെന്നും പറഞ്ഞ് നേരെ വിളിച്ചോണ്ടേ ഓരോ ചായയും ചിക്കൻ റോളും സമൂസയൊക്കെ കഴിച്ചു. പിന്നെ തുടങ്ങി അപ്പോഴത്തിന് എനർജി ഒന്ന് കണ്ടോ. എൻ്റെ മോനും ഞാനൊക്കെ വളരെയധികം ക്ഷീണിച്ചിരിക്കണമെന്ന് നടന്നിട്ടൊക്കെ. അങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടി, അത് പിന്നെ കാണിച്ചിട്ട്. അടുത്തത് ചെരുപ്പും ഇത് തന്നെ സ്ഥിതിക്കോ എനിക്ക് മൊത്തം തെണ്ടി. അത് കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഒന്ന് കിട്ടി. പിന്നെ വിശപ്പിൻ്റെ വിളി വല്ലാതെ വന്നു. മോന് കരയാൻ തുടങ്ങി. നേരെ പോയി നമ്മുടെ ടോപ്പ് ഫോമിലേക്ക്. അവിടുത്തെ ബിരിയാണി കഴിച്ചു. സത്യം പറയാമല്ലോ, ഫസ്റ്റ് കഴിച്ചതിൻ്റെ അത്രയും ടേസ്റ്റില്ല, എന്തോ ഒരു ടേസ്റ്റ്. ബിരിയാണിക്കൊന്നും വലിയ ടേസ്റ്റ് ഇല്ല ടോപ്പ് ഫോമിൽ. ഫസ്റ്റ് കുറേ മുന്നേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിരിയാണിക്ക് എന്തോ പറ്റി. പിന്നെ അല്ലറ ചില്ലറ അവൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങി. ഉമ്മയും ഇത്താത്തയും ഇത്താത്തൻ്റെ കൂടെയും പോയി. ഞാനും എൻ്റെ മോനും നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പോഴേക്കും മേഘങ്ങളൊക്കെ കറുത്ത് വന്നിട്ടുണ്ട്. രാവിലെ ഒരു 11:30 ഇറങ്ങിയത്, എത്തുന്നതൊരു 5 മണിക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ ബൈ, സീ യു.